Good morning, students. Welcome back to the online classes of Marcus Higher Secondary School, Karandur. Today we are going to discuss the continuation of the last topic. Our last topic was effects of electric current. In that session, we already discussed the first applications of the effects of electric current, that is heating coil. As you know, nichrome wire is used as heating coil. അത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് മൈക്രോവേവ് ഓവൻ, ഇവ രണ്ടും ഒരു ഹീറ്റിംഗ് ഡിവൈസാണ്. പക്ഷേ ഇതിൽ ഹീറ്റിംഗ് കോയിൽ അല്ല ഉപയോഗിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം, മൈക്രോവേവ് ഓവനിലും ഇൻഡക്ഷൻ കുക്കറിലും ഹീറ്റിംഗ് കോയിൽ അല്ല ഉപയോഗിക്കുന്നത്. പകരം മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ്സും ഇൻഡക്ഷൻ കുക്കറിൽ എഡ്ഡി കറൻസുമാണ് ഉപയോഗിക്കുന്നത്. ഈ മൈക്രോവേവ്സിനെ പറ്റിയും എഡ്ഡി കറൻസിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. Then the second applications of the effects of electric current is safety fuse. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സേഫ്റ്റി ഫ്യൂസ് എന്താണ് എന്നുള്ളത്. ഇതാണ് ഒരു സേഫ്റ്റി ഫ്യൂസ്. ഈ ഡിവൈസ് നിങ്ങളൊക്കെ കണ്ടതാണ്. നമ്മുടെ വീടുകളിലൊക്കെ KCBയിൽ നിന്ന് പവർ സപ്ലൈ വഴി വീട്ടിലേക്ക് കറണ്ട് എത്തിയിട്ട് നമ്മുടെ കിലോവാട്ട് ഹവർ മീറ്റർ എന്ന് പറയുന്ന ഡിവൈസുകളിൽ ബന്ധിപ്പിച്ച ഒരു ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. പേര് പറയുന്നത് പോലെ സുരക്ഷാ ഫ്യൂസ്, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. Safety fuse is a device which protects us and the electrical devices from danger due to the excess flow of electric current. Safety fuse നമ്മെയും ഇലക്ട്രിക്കൽ ഡിവൈസുകളെയും സംരക്ഷിക്കുകയാണ്. എപ്പോൾ അതിലൂടെ ഇലക്ട്രിക്കൽ ഡിവൈസസിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഡിവൈസുകളെ സംരക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഫ്യൂസും വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ആയിട്ടാണ്. വൈദ്യുതിയുടെ താപഫലമായിട്ടാണ് സുരക്ഷാ ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. സുരക്ഷാ ഫ്യൂസിൽ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ടിൻ ആൻഡ് ലെഡ് അലോയ്സ് ആണ്. ടിന്നും ലെഡും കൂടിയ ലോഹസങ്കരമാണ് സുരക്ഷാ ഫ്യൂസിൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ടിന്നും ലെഡും ആയിട്ടുള്ള അലോയ്സ് സുരക്ഷാ ഫ്യൂസിൽ ഉപയോഗിക്കാനുള്ള കാരണം? ഇതിൻ്റെ രണ്ട് പ്രത്യേകതയാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഡക്റ്റിലിറ്റി. ഈ പെക്യുലിയാരിറ്റീസ് ഉള്ളത് കൊണ്ടാണ്, ഈ സവിശേഷത ഉള്ളത് കൊണ്ടാണ് സുരക്ഷാ ഫ്യൂസിൽ ടിന്നും ലെഡും ഉപയോഗിക്കുവാനുള്ള കാരണം. ക്ലിയർ? ദെൻ അതേപോലെ ഒരു ഫ്യൂസ് വയർ, സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും സർക്യൂട്ടുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എ സേഫ്റ്റി ഫ്യൂസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. എപ്പോഴാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്? ദി എക്സസ് ഫ്ലോ നടക്കാനുള്ള രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന് ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ഓവർലോഡിങ്ങും. രണ്ട് സർക്കംസ്റ്റാൻസസുകളാണ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എ റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസിന്റെ അസാന്നിധ്യത്തിൽ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ടെർമിനലും കോണ്ടാക്ട് ആവുകയും അവിടെ എക്സസ് ഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ആ സമയത്ത് അവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഷോർട്ട് സർക്യൂട്ട് നടക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻസ് ആണ് ഓവർലോഡിങ്. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഡിവൈസസിനും അതിൻ്റെതായ വൈദ്യുതിയുടെ അളവുണ്ട്. അതിനേക്കാട്ടിലും കൂടുതലായിട്ട് പവർ ഉപയോഗിക്കുന്നതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇൻവേർട്ടർ ഉണ്ട്. ഇൻവേർട്ടറിന്റെ ഏകദേശം അതിൻ്റെ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 വാട്ട്സ് ആണ്. ആ 500 വാട്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫാന്, ലൈറ്റ് എല്ലാം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധ്യമാണ്. എങ്കിൽ നമുക്ക് ഒരു 1000 വാട്ട്സ് ഉള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ ഈ 500 വാട്ട്സ് ഉള്ള ഇൻവെർട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് ഓവർലോഡിംഗ് ആണ്.
ഇതാണ് ഈ രണ്ട് സാഹചര്യങ്ങളാണ് എക്സസ് ഫ്ലോ ഓഫ് കറന്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, മറ്റൊന്ന് ഓവർലോഡിങ്. ക്ലിയർ? ഇനി വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വെൻ എ ഫ്യൂസ് വയർ ഈസ് കണക്റ്റഡ്? 3 points should be remembered. Number 1, ends of the fuse wire must be connected firmly at appropriate ends. Number 2, fuse wire should not be projected out of the carrier base. ഇതാണ് കാരിയർ ബേസ്, ഇതാണ് ഫ്യൂസ് വയർ. ഈ ഫ്യൂസ് വയർ ഈ കാരിയർ ബേസിന് പുറത്തോട്ടായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. Number 3, fuse wire should have appropriate amperage. Then what is amperage? Amperage is the ratio of the wattage to the voltage. ഏതൊരു ഡിവൈസസിനും അതിൻ്റെതായ ആംപിയറേജ് കാണാൻ പറ്റും. ഈ ഫ്യൂസ് വയറിൻ്റെ ആംപിയറേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കാണാം, 32 ആംപിയർ ആണ്. 32 ആംപിയർ. അതേപോലെ ഏതൊരു ഡിവൈസ്, ചിലപ്പോൾ ചില ഡിവൈസസിന് അത് 5 ആംപിയർ ആയിരിക്കാം, 0.2 ആംപിയർ ആയിരിക്കാം. ഇങ്ങനെ മാർക്കറ്റിൽ ഓരോ റേഞ്ചിലും ആംപിയറേജിലുമുള്ള ഈ ഫ്യൂസ് വയർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക് പവർ. Electric power is the amount of energy consumed by an electrical devices in unit time. ഒരു പ്രത്യേക സമയത്തിൽ ഒരു ഡിവൈസ് കൺസ്യൂം ചെയ്യുന്ന ഊർജത്തിൻ്റെ അളവിനെയാണ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പവർ P is equal to work by time. വർക്ക് ബൈ ടൈം. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എനർജിയാണ്. നമ്മുടെ കേസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എച്ച് ആണ്, ഹീറ്റ് എനർജിയാണ്. ദാറ്റ് ഈസ് എച്ച് ബൈ ടി. വി ക്യാൻ ഡിറൈവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻ ഫോർ ദി പവർ. ദാറ്റ് ഈസ് പവർ പി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റെഡ് ഓഫ് എച്ച് ഐ സ്ക്വയർ ആർ ടി. I square RT by T, TT cancel, that is power P is equal to I square R. One equation for the power, of the power in terms of current and resistance. Second equation, power P is equal to, instead of I square RT, we can express the equation in terms of V square by R into T. V square by R into T. That is power P is equal to, or P square R into T by T. That is TT cancel, that is power P is equal to V square by R. Also one more equation is there, power P is equal to VIT divided by T. Instead of I square RT, V square by RT. Just like that, another equation for the heat is VIT, TT cancel, that power P is equal to VI. That is 3 equations are there for the power. P is equal to I square R, equation number 1. P is equal to V square by R, equation number 2. P is equal to VI, equation number 3. These are the different equations for the electric power. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ഒന്നാമത്തെ ഇഫക്റ്റായ ഹീറ്റിംഗ് ഇഫക്റ്റിനെ പറ്റിയിട്ടാണ് ഇതുവരെ പറഞ്ഞത്. നമ്പർ 2 ഈസ് ദ ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഒരു ഡിവൈസസിലൂടെ പോകുന്ന സമയത്ത് അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സാധാരണ ലൈറ്റിംഗ് ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസിൽ പറയാറുള്ളത് ഒന്ന് ഇൻകാൻഡിസെൻ്റ് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, CFL, ആർക്ക് ലാമ്പ്, LED. ഇവയൊക്കെയാണ് ലൈറ്റ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇൻകാൻഡിസെൻ്റ് ലാമ്പ്. ഇൻകാൻഡിസെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ബൾബാണ് ഇൻകാൻഡിസെൻ്റ് ലാമ്പ്. ഇൻകാൻഡിസെൻ്റ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ടങ്സ്റ്റന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ആണ്. അതേപോലെ ചൂടാവുന്ന സമയത്ത് അത് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പെക്യുലിയാരിറ്റി എന്ന് പറയുന്നത്. കാരണം നിക്രോം വയറും മറ്റ് പറഞ്ഞ 3 സവിശേഷതകളുമുണ്ട്. പക്ഷേ നാലാമത് പറഞ്ഞത് ടങ്സ്റ്റൺ ഫിലമെന്റിന് മാത്രമേ ഉള്ളൂ. പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് അറ്റ് റെഡ് ഹോട്ട് കണ്ടീഷൻസ്. ഇതുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെന്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻകാൻഡിസെന്റ് ലാമ്പ്.
പക്ഷേ ടങ്സ്റ്റൺ ഫിലമെന്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ പോരായ്മയുണ്ട്. ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഈ ഇൻകാൻഡിസെന്റ് ലാമ്പ് കുറെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കുറെ എനർജി ഹീറ്റായിട്ട് ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഇപ്പൊ ഇൻകാൻഡിസെന്റ് ലാമ്പില് ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഡയഗ്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ഫിലമെന്റ് ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലാണുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ? കാരണം ഈ ടങ്സ്റ്റണ് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദി ടങ്സ്റ്റൺ ദ ബൾബ് ഈസ് ഇവാക്യുവേറ്റഡ്. ഇങ്ങനെ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവാക്യുവേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ വേപ്പർ സാധ്യതയുണ്ട്. ഉള്ളത് കൊണ്ട് ബൾബ് ചൂടാവുന്ന സമയത്ത് ഇവിടെ വാപ്പറൈസേഷൻ നടക്കും. ഈ ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടു റെഡ്യൂസ് ദ വാപ്പറൈസേഷൻ ദ ബൾബ് ഈസ് ഫിൽഡ് at inert filled with inert gases at low pressure. സാധാരണ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നൈട്രജൻ ഈസിലി അവൈലബിൾ ആണ്. ഇതാണ് ഇൻകാൻഡിസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് ആണ് ഇതിൽ ഹീറ്റ് എനർജി ആയിട്ട് ലോസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ദ LED. LED മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. മനസ്സിലാക്കുക, ഇതൊരു PN ജംഗ്ഷൻ ഡയോഡ് കൂടിയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. LED ഇന്ന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൾബാണ് LED എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണയായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഹീറ്റിംഗ് കോയിൽ ഇല്ല, നോ ഹീറ്റിംഗ് കോയിൽ. അതുകൊണ്ട് തന്നെ നോ ലോസ് ഓഫ് എനർജി. അതേപോലെ ഇത് ഒരുപാട് കാലം കിട്ടും, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹൈ എഫിഷ്യൻസി ആണ്, എനർജി സേവിങ് ആണ്. ഇതൊക്കെയാണ് LED കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ടു ദ എൻവയോൺമെന്റ്. പക്ഷേ ഒരു CFL സാധാരണ ട്യൂബ് ലൈറ്റോ ഒക്കെ എടുത്ത് അത് ഫ്യൂസായി കഴിഞ്ഞാൽ നമ്മളത് എൻവയോൺമെന്റിലോട്ട് ഒഴിവാക്കുന്ന സമയത്ത് നിങ്ങൾ ആ ട്യൂബ് ലൈറ്റിന്റെ ഉള്ളിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെളുത്തൊരു പൊടി കാണാൻ പറ്റും. ആ വെളുത്ത പൊടി എന്ന് പറയുന്നത് മെർക്കുറിയാണ്. മെർക്കുറി ഈസ് വെരി ഹാംഫുൾ അവർ എൻവയോൺമെന്റ്. പക്ഷേ LED ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഹാംഫുൾ മെറ്റീരിയൽ അതിലില്ലാത്തത് കൊണ്ട് LED ഈസ് നോട്ട് ഹാംഫുൾ ടു ദി എൻവയോൺമെന്റ്. ഇനി നമുക്ക് LED ബൾബിന്റെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ വ്യത്യസ്ത പാർട്സുകൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടാം. LED ബൾബിന്റെ നിർമ്മാണവും നമുക്ക് ചെയ്യാനുണ്ട്. അത് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. LED ബൾബിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബേസ് യൂണിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ പേരാണ് ബേസ് യൂണിറ്റ്. ബേസ് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ബൾബ് ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ബേസ് യൂണിറ്റ്. രണ്ടാമത്തെ പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഹീറ്റ് സിങ്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്സ് ഫ്രം ദി ബേസ്. ഇതാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഫിക്സഡ് ടു ദി ഹോൾഡർ. LED വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പവർ സപ്ലൈ ബോർഡ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്, പവർ സപ്ലൈ ബോർഡ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിച്ച് കൺവേർട്സ് AC ഇൻറ്റു DC, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻറ്റു ദി ഡയറക്റ്റ് കറണ്ട്. ഈ പവർ സപ്ലൈ ബോർഡിൽ ഒരുപാട് ഡിവൈസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ്. ഇത് പോയി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും LED ബൾബ് വർക്ക് ചെയ്യില്ല. ഇതിന്റെ പേരാണ് പവർ സപ്ലൈ ബോർഡ്. അടുത്തൊരു ഭാഗമാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ്. ഇതിലൂടെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇതിന് പോസിറ്റീവ് ടെർമിനലും കാണാൻ പറ്റും, നെഗറ്റീവ് ടെർമിനലും കാണാൻ പറ്റും. പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. LED ചിപ്പ് ഇത് പല ഷേപ്പിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു സ്ക്വയർ ആണ്, ഇത് റൗണ്ട് ഉള്ളതുണ്ട്, പല കളറുകളിലുള്ളതുണ്ട്. ഇതിന്റെ പേരാണ് LED ചിപ്പ്. അടുത്തതാണ് ഡിഫ്യൂസർ കപ്പ്.
ദാറ്റ് മീൻസ് ഇതിലൂടെയാണ് ലൈറ്റ് പുറത്തോട്ട് വരുന്നത്. ലൈറ്റ് കംസ് ഔട്ട്. ഡിഫ്യൂസർ, കപ്പ്. അപ്പോൾ ഇതാണ് LED ബൾബ്. LED ബൾബിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതിൻ്റെ നിർമ്മിക്കുന്ന രീതി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു പാഠത്തിൽ, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.